വേണം നമുക്ക് ആലോചിക്കാം. കുഞ്ഞിനെ കളയാൻ കുഞ്ഞു പെൺകുട്ടിയാണ്. അതിനെ അങ്ങ് അബോട്ട് ചെയ്യുക, അത്ര തന്നെ. എന്തായി നിന്റെ തീരുമാനം? നിന്റെ മകളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അബോഷൻ. കുഞ്ഞ്, എന്റെ കുഞ്ഞ്. നിന്റെ കുഞ്ഞോ? ഒരിക്കലും ഒരു കുഞ്ഞ് അമ്മയുടേത് മാത്രം ആവുന്നില്ല. എവിടെ കുഞ്ഞിന്റെ അച്ഛൻ? എന്തേ അറിയില്ലേ? ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരെന്ന ചോദ്യം വന്നാ നീ ആരെ ചൂണ്ടിക്കാണിക്കും? ആരെ തന്നെ ചൂണ്ടിക്കാണിച്ചാലും ഇവളെ പ്രസവിച്ച നാളെ നിനക്ക് വീഴാൻ പോകുന്ന പേര് ദുഷിച്ചവളെന്നായിരിക്കും. അതിലും നല്ലത് ഇല്ലാതാക്കുക. ഒരു തെളിവും ബാക്കി വെക്കാതെ ഇല്ലാതാക്കുക. പക്ഷെ ഒരു ജീവനില്ലാതാകുമ്പോ എന്നെ മറ്റുള്ളവരെയും പോലെ തന്നെ സുഖവും ദുഃഖവും സന്തോഷവുമായി വളരേണ്ട ഒരു ജീവനല്ലേ ഇതും? കൊല്ലാൻ മനസ്സനുവദിക്കുന്നില്ല. നിന്നെ പോലെ നാളെ ഇവളും പഴച്ചു പെറും. അതാണോ നീ പറഞ്ഞ സുഖവും സന്തോഷവും? ഇവള് നീ എങ്ങനെ സുരക്ഷിതയെ വളർത്തും? ഇനി വീട്ടിൽ അവൾ സുരക്ഷിതയാണെങ്കിൽ പോലും പുറത്തേക്കിറങ്ങിയാൽ അവൾക്ക് നിന്റെ അവസ്ഥ ഉണ്ടാവില്ലെന്ന് എന്താണ് ഉറപ്പ്? സ്നേഹം നടിച്ചു ചതിക്കാൻ വല വീശി കാത്തിരിക്കുന്ന 1000 ദുഷ്ടജന്മങ്ങളുണ്ട് ഇവിടെ. പിഴച്ച പെറ്റവളുടെ പിഴച്ച മകളെന്ന പേരുമായി ഇനിയൊരു കുഞ്ഞുകൂടി പിറക്കണ്ട. ഇല്ലായ്മ ചെയ്യുക, അതാണ് ശരി. ഒരു ജീവനെ കൊല്ലുക എന്ന് പറയുന്നത് തെറ്റാണ്, വലിയ തെറ്റാണ്. തെറ്റും ശരിയുമൊക്കെ ആപേക്ഷികമാണ്. നാളെ സംഭവിക്കാനിരിക്കുന്ന വലിയൊരു തെറ്റിനെ നീ ശരിയാക്കി മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. നിന്റെ വിശ്വാസം അനുസരിച്ച് ഒരു കുമ്പസാരം കൊണ്ട് തീരാനുള്ള തെറ്റേ നീ ചെയ്യുന്നുള്ളൂ. നിനക്ക് ജന്മം തന്ന നിന്റെ വീട്ടുകാർ നിന്നെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അംഗീകരിച്ച പോലും അവരുടെ അവസ്ഥ എന്താകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? കപട സദാചാരവാദികളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരമില്ലാതെ നിന്റെ കുടുംബം നിൽക്കുന്നതിന് നീ എന്ത് സമാധാനം പറയും? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയാം, നിനക്ക് നന്നായി അറിയാം. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കും അതിൽ നിന്നും ദുരിതങ്ങളിലേക്കും യാത്ര നടത്താതെ എല്ലാം ഇവിടെ വച്ച് അവസാനിപ്പിക്കണം. ദൈവം ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ സ്ത്രീകൾ ദൈവങ്ങളായി മാറാറുണ്ട്. ഉദരത്തിലൊരു ജീവൻ സംവഹിക്കുമ്പോൾ സൃഷ്ടികർമ്മം നടത്തി സ്ത്രീ ദൈവങ്ങളായി മാറുന്നുണ്ടെങ്കിൽ ആ ജീവൻ ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരവും അവളിൽ തന്നെ നിക്ഷിപ്തമാണ്. ഇപ്പൊ ഇവിടെ നീയാണ് ദൈവം. അനാവശ്യമായി നടത്തപ്പെട്ട ഈ സൃഷ്ടികർമ്മം വേണ്ടാന്ന് വയ്ക്കാനുള്ള പൂർണ്ണമായ അവകാശവും നിനക്കുണ്ട്. അതുകൊണ്ട് ആശങ്ക വേണ്ട. നിന്റെ ഈ തീരുമാനം ശരിയായിരുന്നുവെന്ന് കാലം സാക്ഷ്യപ്പെടുത്തും. എനിക്കെന്റെ കുഞ്ഞിനെ കാണണം.
എൻ്റെ ജീവിതം ഞാൻ തന്നെ ജീവിച്ചു തീർക്കും. എനിക്ക് പകരം മറ്റാരും അത് ജീവിക്കില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതം എന്തായി തീരണമെന്ന തീരുമാനം എൻ്റേതാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം. എൻ്റെ പാതി ജീവനാണവൾ. കൊല്ലില്ലവളെ, വളർത്തും. പരിഹാസം തൊടുക്കുന്ന സമൂഹത്തിന് മുന്നിൽ അഭിമാനത്തോടെ വളർത്തി കാണിക്കും. കാരണം ഇവൾ എൻ്റെ മകളാണ്, എൻ്റെ സ്വന്തം മകൾ.